ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ്. കേരള PSC 2021 മുതൽ നടത്തിവരുന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 115/2025. 2026 ജനുവരി 21 തീയതി നടന്ന കെയർ ടേക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനമാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, നിസ്സഹരണ പ്രസ്ഥാനം ഇവയെല്ലാം ഗാന്ധിജിയുമായി ബന്ധമുള്ള സമരങ്ങളാണ്. അടുത്ത ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഓപ്ഷൻ എ കാൺപൂർ നാനാ സാഹിബ് എന്നതാണ്. കാൺപൂരിൽ 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ ശരിയാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം ശരിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് അതും ശരിയാണ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് അതും ശരിയാണ്. തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നതാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് ആണ്. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സോമോഅ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്ത സമുദ്രത്തിന്റെ ഭാഗമാണ്. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സോമോഅ എന്നീ ദ്വീപ സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ശാന്തസമുദ്രം. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ഉപരിതല ഫലകങ്ങളുടെ ചലനവും ദുർബലമായ ഫലക അതിരുകളുമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉമാണ്. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ ശരിയായ കാരണങ്ങളാണ് ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ എന്നിവ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂവൻ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 നാഷണൽ വാട്ടർവേ 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ ബ്രാഹ്മണി, മഹാനദി ഡെൽറ്റ എന്നിവയാണ്. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ് ബ്രാഹ്മണി, മഹാനദി ഡെൽറ്റ. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഛത്തീസ്ഗഡിന്റെ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അൽവാരോ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം
വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? അൽവാരോ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ദേശീയ ആസൂത്രണ സമിതി 1938 ശരിയാണ്. ബോംബെ പദ്ധതി 1944 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950 ശരിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. ദേശീയ ആസൂത്രണ സമിതി രൂപീകൃതമായത് 1938, ബോംബെ പദ്ധതി ആവിഷ്കരിച്ചത് 1944, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ശരിയായ പ്രസ്താവനയാണ്. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇതും ശരിയായ പ്രസ്താവനയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2 and 3 എന്നതാണ്. 1969 14 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയം ഏത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ശരിയാണ്. ലേസഫെയർ സിദ്ധാന്തം അതും ശരിയാണ്. മിച്ചമൂല്യ സിദ്ധാന്തം എന്നത് തെറ്റാണ്. ഇവിടെ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 and 2 എന്നതാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസഫെയർ സിദ്ധാന്തം എന്നിവ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് ശരിയാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നതും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2 and 3. ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? ശക്തികാന്ത ദാസ് ശരിയാണ്. KR പുരി ശരിയാണ്. മൻമോഹൻ സിംഗും ശരിയാണ്. 3 പേരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 2 and 3 എന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ് ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ് എന്നിവർ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന പ്രസ്താവന ശരിയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 2 and 3 എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല എന്ന പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി എന്നത് തെറ്റാണ്. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി എന്നതും ശരിയാണ്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1 and 3 എന്നതാണ്. 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആയിരുന്നത്? HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. താഴെ തന്നിരിക്കുന്നവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരായിരുന്നവരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും.
മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 360. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ അനുച്ഛേദം 360 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? കൂറുമാറ്റ നിരോധന നിയമം. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി പ്രതിപാദിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വനം, വൈദ്യുതി. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് വനവും വൈദ്യുതിയും. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയയാണ്. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർ. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർക്കാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കോട്ടയം ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതു ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? കോട്ടയം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? പി സദാശിവമാണ്. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് പി സദാശിവം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശീന്ദ്രനാണ്. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഓപ്ഷൻ ബി നിപ്പയാണ്. നിപ്പ ഒരു വൈറസ് രോഗമാണ്. ക്ഷയരോഗം, ഡിഫ്തീരിയ, ആന്ത്രാക്സ് ഇവയൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക എന്നതാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് അതിറോസ്ക്ലീറോസിസ്. കൊഴുപ്പടിഞ്ഞ്
രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അതിറോസ്ക്ലിറോസിസ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? മണൽ ഖനനമാണ്. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം മണൽ ഖനനമാണ്. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരുവിലാണ്. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിംപോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആറളം വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ആറളം വന്യജീവി സങ്കേതം. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം മൈക്രോവേവ്. റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ തിളനില കുറയുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g/4 ആയിരിക്കും. ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g/4 ആയിരിക്കും. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചിനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലമായ ചിനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് ഐസോമെറുകൾ എന്നാണ്. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര് ഐസോമെറുകൾ എന്നാണ്. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ ആണ്. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരാണ് ഹാലോജനുകൾ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര് ഹാലോജനുകൾ എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സഹോദര സംഘം സ്ഥാപിച്ചു. തെറ്റ്. മോക്ഷപ്രദീപം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അതും തെറ്റ്. സ്വാമിത്തോപ്പിൽ ജനിച്ചു എന്നത് ശരി. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം എന്നതാണ്. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ബ്രിട്ടീഷുകാരെ വെണ്ണീജൻ എന്ന് വിളിച്ചു. സ്വാമിത്തോപ്പിൽ ജനിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാൾ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാൾ. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമാണ് വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആനുകാലികമാണ് വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? കല്യാണമൽ സർദാർ KM പണിക്കർ ശരിയായിട്ടുള്ള ജോഡിയാണ്.
പ്രേമാമൃതം സിമി രാമൻപിള്ള, അതും ശരിയാണ്. പറങ്കിപ്പടയാളി അപ്പൻ തമ്പുരാൻ തെറ്റാണ്. വെള്ളുവ വക്കന്മാരൻ ടി രാമൻ നമ്പീശൻ, അതും തെറ്റാണ്. ശരിയായിട്ടുള്ളതൊന്നും രണ്ടും മാത്രമാണ് ശരിയായ ഉത്തരം. 1 and 2 ആണ്. കല്യാണമൽ സർദാർ KM പണിക്കർ, പ്രേമാമൃതം CV രാമൻപിള്ള. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ബോയിങ് സ്റ്റാർലൈനർ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ബോയിങ് സ്റ്റാർലൈനർ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്. ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് റാം ആണ്. തന്നിരിക്കുന്നവയിൽ മെയിൻ മെമ്മറി റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ് തന്നിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഉബുണ്ടു ആണ്. DBMS പാക്കേജ് ആണ് MySQL. ഇമേജ് എഡിറ്റർ ആണ് ജിംബ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബ്ര ഓഫീസ് ഇംപ്രസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണം ഉബുണ്ടു. DBMS പാക്കേജ് ആണ് MySQL. ഇമേജ് എഡിറ്റർ ആണ് ജിംബ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് ലിബ്ര ഓഫീസ് ഇംപ്രസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? ഗൈഡഡ് മീഡിയ അല്ലാത്തത് മൈക്രോവേവും ഇൻഫ്രാറെഡ് വേവുമാണ്. ഒപ്റ്റിക്കൽ ഫൈബറും കൊയാക്സിയൽ കേബിളും ഗൈഡഡ് മീഡിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഗൈഡഡ് മീഡിയ അല്ലാത്തത് 2ഉം 4ഉമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി 2, 4 എന്നിവ മാത്രം. MS എഡ്ജ് എന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസർ ആണ് MS എഡ്ജ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? സൈബർ സ്റ്റോക്കിംഗ് ആണ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? സൈബർ സ്റ്റോക്കിംഗ് ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത, അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി, ഇവയെല്ലാം തന്നെ ശരിയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ടത്, അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഓഗസ്റ്റ് 20, 2020 മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നത് തെറ്റാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി എന്നത് ശരിയാണ്. 1, 3 ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 3 എന്നിവ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2019 ജൂലൈ 8 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം? 5 അധ്യായങ്ങളും 37 വകുപ്പുകളും. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം? അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ലോക്കൽ പോലീസിനും സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനുമാണ്. തന്നിരിക്കുന്നവയിൽ ബി അല്ലെങ്കിൽ സി എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. 2005 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ ആണ്.
2005 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയാണ്. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരർദ്ധവൃത്തം വൃത്തസ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചെരിവ് ഉയരം എന്താകും? 11 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 5ാമത്തെ സംഖ്യ ഏത്? 4, 7, 12, 19. 5ാമത്തെ സംഖ്യ ഓപ്ഷൻ എ 28. 4 പേരുടെ ശരാശരി വയസ്സ് 15. ഒരാൾ കൂടി വന്നാൽ ശരാശരി 16. പുതുതായി വന്ന ആളുടെ വയസ്സ് ഓപ്ഷൻ എ 20. 2⁶ into 5⁴ into 7⁴ divided by 10⁴ into 14�2ന്റെ വില 49. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 49. 5:4 35:x ആയാൽ xന്റെ വില 28. തന്നിരിക്കുന്ന സമവാക്യത്തിലെ n-ന്റെ വില എത്ര? n-ന്റെ വില 3 ആണ്. 40ന്റെ എത്ര ശതമാനമാണ് 28? 70%. ഹെൽപ്പ് എന്ന വാക്ക് ലിഫ്റ്റ് എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേർഡ് എന്ന വാക്കിന്റെ കോഡ് എത്രയാണ്? ASVH. വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ യാത്ര ചെയ്തുവെങ്കിൽ വിജയ് തുടങ്ങിയിടത്തു നിന്നും എത്ര അകലെയാണ്? 10 കിലോമീറ്റർ അകലെ. ഒരു ക്ലോക്കിൽ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി. നെയ്തർ ഓഫ് ദ ടു മെൻ ഡാഷ് വെരി ടോൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വാസ്. നെയ്തർ ഓഫ് ദ ടു മെൻ വാസ് വെരി ടോൾ. I have been living in this city dash 2015. I have been living in the city since 2015. Dash rose is the loveliest of all the flowers. The rose is the loveliest of all flowers. Pick out the correct spelling from the choices given below. ശരിയായിട്ട് ഓപ്പർച്യൂണിറ്റി എന്ന് എഴുതുന്നത് ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് പോലെയാണ്. OPPORTUNITY എന്നതാണ് ഓപ്പർച്യൂണിറ്റി എന്നതിന്റെ ശരിയായ സ്പെല്ലിംഗ്. പിക്ക് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. യുവർ ബ്രദർ പ്ലേസ് വെൽ ഡസൻ ഹി. യുവർ ബ്രദർ പ്ലേസ് വെൽ ഡസൻ ഹി. വാട്ട് ഡു യു മീൻ ബൈ ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്? എ പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി എന്നതാണ്. എ പീസ് ഓഫ് കേക്ക് എന്നാൽ സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി. പിക്ക് ദ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ദ വേർഡ് പ്രൊഫൗണ്ട്. പ്രൊഫൗണ്ട് എന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ് സൂപ്പർഫിഷ്യൽ. ഫൈൻഡ് ദ കറക്റ്റ് ടെൻസ് ഫോം. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് ഐ ഡാഷ് ഹിയർ ഫോർ 10 years. By the end of this week I will have worked here for 10 years. What do you mean by the term magnum opus? Magnum opus എന്നാൽ ഒരു ഗ്രേറ്റ് വർക്ക് എന്നാണ് അർത്ഥം. എ ഗ്രേറ്റ് വർക്ക് എന്നാണ് മാഗ്നം ഓപ്പസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What do you call someone who is a beginner in any profession? Novice. What do you call someone who is a beginner in any profession? Novice. ചേട്ടൻ എന്നതിന്റെ പര്യായ പദമാണ് അഗ്രജൻ. ചേട്ടൻ പര്യായ പദം അഗ്രജൻ. അയക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന പദമാണ് പ്രേഷകൻ. അയക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന പദമാണ് പ്രേഷകൻ. മൈറ്റ് ഈസ് റൈറ്റ് സമാനമായ മലയാളത്തിലെ ചൊല്ല് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മൈറ്റ് ഈസ് റൈറ്റ് എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ലാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിപരീത പദം തെറ്റായ ജോഡി ഏത്? രാഗം ദേഷ്യം ശരിയാണ്. ഹ്രസ്വം ദീർഘവും ശരിയാണ്. കാമം ക്രോധം എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. സഹിതം എന്നതിന്റെ വിപരീതമാണ് രഹിതം. രാഗം എന്നതിന്റെ വിപരീതമാണ് ദ്വേഷം. ഹ്രസ്വം എന്നതിന്റെ വിപരീതമാണ് ദീർഘം. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഭൂമി സമാനാർത്ഥമുള്ള പദം മേദിനി. ഭൂമി എന്നതിന്റെ പര്യായമാണ് മേധിനി. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം ഏത്? തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനം സ്വാമികൾ, ഗുരുക്കൾ എന്നിവയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്.
പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ് സ്വാമികൾ, ഗുരുക്കൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? തിരുവോണമാണ് തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. ശരിയായ പദമേത്? ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് മടയൻ എന്നതാണ്. ശരിയായ പദം തന്നിരിക്കുന്നവയിൽ മടയനാണ്. ഏവൾ പിരിച്ചെഴുതുക. ഏവൾ എന്നത് പിരിച്ചെഴുതിയാൽ എ പ്ലസ് അൾ ആണ് ഏവൾ. ഏവൾ എന്നത് പിരിച്ചെഴുതിയാൽ എ പ്ലസ് അൾ. നിരൂപകൻ സ്ത്രീലിംഗ പദമേത്? നിരൂപക. നിരൂപകൻ എന്നതിന്റെ സ്ത്രീലിംഗ പദമാണ് നിരൂപക.